ഹായ് ആൾ. അപ്പൊ ഇന്ന് മിസ് പറയാൻ പോകുന്നത് 3-phase ഇൻഡക്ഷൻ മോട്ടറിനകത്തുള്ള ടോർക്ക് അണ്ടർ റണ്ണിങ് കണ്ടീഷൻ ഒരു ഡെറിവേഷൻ പോലത്തെ ക്വസ്റ്റൻ ആണ്. 3-4 മാർക്സിന്റെ ഒരു ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ദ ടോർക്ക് അണ്ടർ റണ്ണിങ് കണ്ടീഷൻ ആൻഡ് ഫൈൻഡ് ദ കണ്ടീഷൻ ഫോർ മാക്സിമം റണ്ണിങ് ടോർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ്. അത് ഒരുമിച്ചാണ് ചോദിക്കാറുള്ളത്. അപ്പൊ ആ ഡെറിവേഷൻ ആണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. നോക്കിക്കോ, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ടോർക്ക് അണ്ടർ റണ്ണിങ് കണ്ടീഷൻ. ഇനി ഈ ടോർക്ക് അണ്ടർ റണ്ണിങ് കണ്ടീഷൻ നമ്മൾ എങ്ങനെ ഇവിടെ ഡിറൈവ് ചെയ്യും എന്ന് വെച്ചാല്, ഞാൻ ആദ്യമേ ഒരു വീഡിയോ 3-phase ഇൻഡക്ഷൻ മോട്ടറിന്റെ ടോർക്കിന്റെ ഡെറിവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ടോർക്ക് ഓഫ് ദ 3-phase ഇൻഡക്ഷൻ മോട്ടർ ആൻഡ് മാക്സിമം ടോർക്ക്, കണ്ടീഷൻ ഫോർ ദ മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ അവിടെ നമ്മൾ ടോർക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്തത് ലൈക്ക് T പ്രൊപ്പോർഷണൽ ടു E2 സെക്കൻഡറി സൈഡ് E2 I2 cos phi2. ഈ വീഡിയോ ചെയ്ത സമയത്ത്, ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, 3-phase ഇൻഡക്ഷൻ മോട്ടർ ഈസ് ലൈക്ക് ദ സെയിം ആസ് ട്രാൻസ്ഫോമർ Y എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സെക്കൻഡറി എന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇതിനെ ട്രാൻസ്ഫോമറിനോട് ഈക്വൽ ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൈക്ക് ദ സിമിലർ ആസ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ മാക്സിമം ടോർക്കിന്റെ ഇക്വേഷൻ T പ്രൊപ്പോർഷണൽ ടു E2 I2 cos phi2 ആയിരുന്നു അല്ലെ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? റണ്ണിങ് കണ്ടീഷനിലെ ടോർക്കാ പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി സ്ലിപ്പ് എന്നൊരു ടേം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ റണ്ണിങ് കണ്ടീഷനാ പറയുന്നത്. അപ്പൊ ഈ റണ്ണിങ് കണ്ടീഷൻ എന്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്? സ്ലിപ്പിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. മനസ്സിലായോ? സ്ലിപ്പിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് ഡ്യൂ ടു ദി സ്പീഡ് കാരണം, സ്പീഡ് ചേഞ്ച് കാരണം. അപ്പൊ റണ്ണിങ് കണ്ടീഷൻ ഇതിപ്പോ നമുക്ക് ബേസിക് എന്തൊക്കെ വേണം എന്ന് അറിയാൻ വേണ്ടി മതി. ഇനി ഞാൻ റണ്ണിങ് കണ്ടീഷന്റെ ടേംസ് എഴുതുമ്പോൾ നമുക്ക് TR ആണ് വേണ്ടത് അല്ലെ. TR പ്രൊപ്പോർഷണൽ ടു എന്തൊക്കെ ടേംസ് എന്ന് വേണം നമുക്കറിയാൻ. അതിനുവേണ്ടി ഞാൻ ആദ്യമേ തന്നെ പറയുന്നു, ഫസ്റ്റ് നമുക്ക് E2 കറസ്പോണ്ടിങ് ഒരു EMF ഇവിടെ വേണം, കറണ്ടിന് കറസ്പോണ്ടിങ് ഒരു കറണ്ട് വേണം, cos phi2 പെർഫാക്റ്റിന് കറസ്പോണ്ടിങ് പെർഫാക്ടർ തന്നെ വേണം. പക്ഷേ ഇതിനെല്ലാം എന്തുണ്ടാവും? ഇൻഫ്ലുവൻസ് വിത്ത് എന്തുമായിട്ട്? സ്ലിപ്പുമായിട്ട് അല്ലെ. ഈ എല്ലാ ടേംസിനും സ്ലിപ്പുമായിട്ടൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ആ ടേംസ് ഡിറൈവ് ചെയ്യാൻ പോവാ. ഫസ്റ്റ് നോക്കിക്കോ, റോട്ടർ EMF പെർ ഫേസ്. റോട്ടർ EMF പെർ ഫേസ്. We know that the EMF ഇവിടെ എന്താ ഡിഫൈൻ ചെയ്യണ പറയാം. EMF എന്താണ്? E2 ആണ്. അണ്ടർ റണ്ണിങ്ങിൽ നമുക്ക് എന്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്? സ്ലിപ്പ് ഉണ്ട്. അപ്പൊ SE2 റോട്ടർ EMF പെർ ഫേസ് എന്ന് കിട്ടിയെങ്കിൽ ഇതിനെ നമുക്ക് E2 ഡാഷ് എന്ന് പറയാം. ഇവിടത്തെ E2 നമുക്ക് E2 ഡാഷ് ആയി, only because of the reason that എന്താ സ്ലിപ്പ് is influencing all the terms right here. അതുകൊണ്ട് മാത്രമാണ് ഞാനത് ഡാഷ് എന്ന് പറഞ്ഞത്. ഇനി എന്ത് പറയാം? റോട്ടർ റിയാക്റ്റൻസ് പറയാം. കാരണം I2 ഇതെല്ലാം പറയണമെങ്കിൽ കറണ്ട് എന്താണ്? വോൾട്ടേജ് ബൈ ദ ടോട്ടൽ ഇംപെഡൻസ് ആണ്. പവർ ഫാക്ടർ എന്താണ്? റെസിസ്റ്റൻസ് ടു റിയാക്റ്റൻസ്, അതായത് ഇംപെഡൻസ് വരും. അപ്പൊ റോട്ടർ റിയാക്റ്റൻസ് പെർ ഫേസ്, റോട്ടർ റിയാക്റ്റൻസ് പെർ ഫേസ്. റിയാക്റ്റൻസ് പെർ ഫേസിനും എന്താ? റിയാക്റ്റൻസ് X2 ആ, റണ്ണിങ്ങിൽ S വരും. അപ്പൊ ഇതിന് എന്തെന്ന് കൊടുത്തു? X2 ഡാഷ് എന്ന് കൊടുത്തു. ക്ലിയർ? അടുത്ത് റോട്ടർ ഇംപിഡൻസ് പെർ ഫേസ്. റെസിസ്റ്റൻസ് ഓൾവേസ് റെസിസ്റ്റൻസ് ആ, അതിന് റണ്ണിങ്ങിലാണെങ്കിലും സ്റ്റാർട്ടിങ്ങിലാണെങ്കിലും മാക്സിമത്തിലാണെങ്കിലും റെസിസ്റ്റൻസിന് ചേഞ്ച് വരില്ല. അതുകൊണ്ടാണ് ഞാൻ റിയാക്റ്റൻസ് മാത്രം എഴുതിയിട്ട് ഇംപിഡൻസിലേക്ക് ഡയറക്ട്ലി പോയത്. ഇനി റോട്ടർ ഇംപിഡൻസ് പെർ ഫേസ് ആകുമ്പോ എന്തായിരിക്കും വരിക? റോട്ടർ ഇംപിഡൻസ് എന്ന് പറയുന്നതും നമുക്ക് എന്താ? ഇംപിഡൻസ് എന്താണ്? modulus for the magnitude of the components connected together in a circuit is impedance അല്ലെ. അപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ട്? R2 ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, റെസിസ്റ്റൻസിന്റെ സ്ക്വയർ പ്ലസ് SX2 the whole square ആണ്. ക്ലിയർ ആണോ? ഇംപിഡൻസ് എന്ന് പറയുന്നത് Z2 ഡാഷിന്റെ സ്ക്വയർ ആണ്. Z2 ഡാഷ് അല്ല, Z2 ഡാഷിന്റെ സ്ക്വയർ R2 സ്ക്വയർ പ്ലസ് SX2 the whole square. അങ്ങനെയാണെങ്കിൽ Z2 ഡാഷ് is equal to root of R2 സ്ക്വയർ പ്ലസ് SX2 സ്ക്വയർ. ഞാൻ എഴുതിയത് മനസ്സിലായോ? ഇവിടെ ഞാൻ Z2 ഡാഷ് എഴുതിയ, പക്ഷെ ഇവിടെ Z2 ഡാഷ് ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തിട്ടുണ്ട്. ആ സ്ക്വയർ ആണ് R2 സ്ക്വയർ പ്ലസ് SX2 സ്ക്വയർ. അപ്പൊ ഇനി എന്താ വേണ്ടേ? ഇപ്പൊ നമുക്ക് എന്തൊക്കെയാ? E2 ഡാഷ് ആയി.
ഇമ്പിഡൻസ് ആയി. ഇമ്പിഡൻസ് ആയെങ്കിൽ കറണ്ടും പവർ ഫാക്ടറും കണ്ടുപിടിക്കാലോ. അതെങ്ങനെ കണ്ടുപിടിക്കുന്നേ? റോട്ടർ കറണ്ട് പെർ ഫേസ്, റോട്ടർ കറണ്ട് പെർ ഫേസ് എന്തെന്ന് വരും? I2' എന്ന് കിട്ടും അല്ലെ. I2' is equal to കറണ്ട് I എന്താ? V/R ആണ് നോർമലി കറണ്ട് I. ഇവിടെ നമുക്ക് എന്താ? R അല്ല, ഇമ്പിഡൻസ് ആണ്. വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് EMF ആണ്. വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMF ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? E2' ഡിവൈഡഡ് ബൈ Z2' അല്ലെ. E2' ഡിവൈഡഡ് ബൈ Z2'. അപ്പൊ E2' SE2 ഡിവൈഡഡ് ബൈ Z2' ഇത് കൊടുക്കണം. √R2² പ്ലസ് SX2 the whole square കൊടുക്കണം. SX2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് √R2² പ്ലസ് SX2 the whole square. കിട്ടിയോ? ഇനി ഒരു ടേമും കൂടി എന്താ ബാക്കിയുള്ളത്? പവർ ഫാക്ടർ 5 അല്ലെ. അപ്പൊ ഇത് ഇങ്ങോട്ട് നോക്കിക്കോ. cos phi2' is equal to R2 divided by Z2' which is equal to R2 divided by √R2² plus SX2 the whole square. ക്ലിയർ ആണോ? കാണാമോ നിങ്ങക്ക്? നോക്കിക്കോ, ഞാനിപ്പോ ഇവിടെ സ്റ്റാർട്ടിംഗ് ടോർക്കിന് കറസ്പോണ്ടിങ് റണ്ണിംഗ് ടോർക്കിന്റെ ഇക്വേഷൻ എഴുതി. TR പ്രൊപ്പോർഷണൽ ടു E2' I2' cos phi2'. പക്ഷേ ഇനി E2' നമ്മളിപ്പോ SE2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾ വിചാരിക്കും. അല്ല, അതല്ല കൊടുക്കുന്നത്. ബിക്കോസ് ഞാൻ പല വീഡിയോസിലും മെഷീൻസിന്റെ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ആസ് ദ സപ്ലൈ സ്വിച്ച് ഓൺ ടു ദ ഡിവൈസ് ഓർ ദ എനി സർക്യൂട്ട്, സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ എന്തുണ്ടാവും? അവിടെ വോൾട്ടേജ് ഉണ്ടാവുന്നുണ്ട്, കറണ്ട് ഉണ്ടാവുന്നുണ്ട്, ഫ്ലക്സ് ഉണ്ടാവുന്നുണ്ട്, ഇങ്ങനെ കുറെ ടേംസ് വരുന്നുണ്ട്. ഇവിടെ ആസ് ദ സപ്ലൈ വോൾട്ടേജ് ഇസ് കോൺസ്റ്റന്റ്, എന്തും കോൺസ്റ്റന്റ് ആണ്. ഇൻഡ്യൂസ്ഡ് EMF കോൺസ്റ്റന്റ് ആണ്, കറസ്പോണ്ടിങ് ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണ് അല്ലെ. സപ്ലൈ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആകുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMFഉം കോൺസ്റ്റന്റ് ആണ്, ഫ്ലക്സും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ E2' which is proportional to എന്തെന്ന് എഴുതാം? E2' proportional to 5 എന്ന് എഴുതാം. ഓക്കെ, E2' proportional to 5 എന്ന് എഴുതാം. അങ്ങനെ E2' proportional to 5 എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ, നിങ്ങൾ ഇത് എഴുതിയെടുക്കണം കേട്ടാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ TR എന്നുള്ള ഇക്വേഷൻ ഞാനിപ്പോ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊടുത്തിട്ട് E2' ഞാൻ ഫ്ലക്സിന്റെ 5 കൊടുത്തു. ദെൻ I2' ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? E2' ഡിവൈഡഡ് ബൈ Z2'. അതിന് I2' ഞാൻ ഡയറക്ട്ലി കൊടുക്കുക 5 into E2' ഡിവൈഡഡ് ബൈ Z2' into cos phi2' എന്താ? R2 ഡിവൈഡഡ് ബൈ Z2' അല്ലെ. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാം. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 5 into E2' എന്താണ്? SE2 ഡിവൈഡഡ് ബൈ √R2² പ്ലസ് SX2 the whole square into R2 divided by √R2² plus SX2 the whole square. Okay, R2² plus SX2 the whole square. ഇതിൽ നമുക്ക് എന്തെന്ന് പറയാം? പ്രൊപ്പോർഷണൽ ടു 5SE2 R2 divided by √R2² plus SX2 the whole square into √R2² plus SX2 the whole square. എന്തെന്ന് പറയാം? ഈ രണ്ട് റൂട്ടും കട്ടായിട്ട് R2² plus SX2 the whole square അല്ലെ. R2² plus SX2 the whole square. അപ്പൊ ഫ്ലക്സ് 5 proportion അപ്പോ TR proportional to 5SE2 R2 divided by R2² plus SX2 the whole square എന്ന് കിട്ടി. ഇത്രയും കിട്ടിയോ? നിങ്ങൾ ഇപ്പൊ ഇത് എഴുതിയെടുക്കണം കേട്ടാ. ഇപ്പൊ നമുക്ക് കിടക്കുന്നത് TR proportional to 5SE2 R2 divided by R2² plus SX2 the whole square ആണല്ലോ. ഞാൻ ഓൾറെഡി ഇവിടെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? E2 പ്രൊപ്പോർഷണൽ ടു 5 ആണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അങ്ങനെയാണ്. ആദ്യം ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് വെച്ചാൽ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് K എന്നൊരു കോൺസ്റ്റന്റ് കൊടുത്തു. K5SE2 R2 ഡിവൈഡഡ് ബൈ R2² പ്ലസ് SX2 the whole square എന്ന് കൊടുത്തു. ഇനി നോക്കിക്കോ, ഈ 5 പ്രൊപ്പോർഷണൽ ടു E2' ആണെന്ന് പറഞ്ഞെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലക്സ് 5 പ്രൊപ്പോർഷണൽ ടു എന്തിനോടായിരിക്കും? ബേസിക്കലി E2 നോടാണ്. കാരണം ആസ് ദ സപ്ലൈ വോൾട്ടേജ് V is constant,
the induced EMF E2 is constant. As induced EMF is also constant, the flux എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. ഇൻഡ്യൂസ്ഡ് EMF കോൺസ്റ്റന്റ് ആകുമ്പോൾ ഫ്ലക്സ് ഫൈയും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയുന്നു, ഈ ഫൈനെ നമ്മൾ E2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലെ. ഈ ഫൈനെ നമ്മൾ E2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ വിച്ച് ഇസ് K ഇൻറ്റു ഫൈക്ക് എന്ത് കൊടുത്തു, E2 ഇൻറ്റു എസ് ഇൻറ്റു E2 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R2 സ്ക്വയർ പ്ലസ് SX2 ദ ഹോൾ സ്ക്വയർ കൊടുത്തല്ലോ. ഇതിനെ ഇനി മാറ്റി K എസ് E2 സ്ക്വയർ R2 ഡിവൈഡഡ് ബൈ R2 സ്ക്വയർ പ്ലസ് SX2 ദ ഹോൾ സ്ക്വയർ. ഇനി ഇതിനകത്തൊരു ചേഞ്ച് വരുത്താനുള്ളത് നോക്കിക്കോ മക്കളെ. നമ്മൾ K എന്നുള്ള കോൺസ്റ്റന്റ് കൊടുത്തത് K5SE2R2നായിരുന്നു K എന്നുള്ള കോൺസ്റ്റന്റ് കൊടുത്തത്. ഇപ്പൊ ഫൈ എന്നുള്ള ടേം പോയിട്ട് നമുക്ക് പുതിയൊരു കോൺസ്റ്റന്റ് വന്നിട്ടുണ്ട്. ആസ് ദ ഫ്ലക്സ് ഫൈ ഈസ് കോൺസ്റ്റന്റ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഓൾസോ കോൺസ്റ്റന്റ് എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ഈ ഫൈക്ക് E2 കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന കോൺസ്റ്റന്റ് K എന്നല്ല, നമ്മൾ K1 എന്ന് എടുക്കണം. ഓക്കെ, അതിനെ നമ്മൾ K1 എന്ന് എടുക്കണം. ഓക്കെ ആണോ? ഇതിനെ നമ്മൾ K1 എന്ന് എടുത്തു. K1 എടുത്തപ്പോ അപ്പൊ ഇപ്പൊ ഉള്ള ഇക്വേഷൻ TR is equal to K1 as E2 സ്ക്വയർ R2 ഡിവൈഡ് ബൈ R2 സ്ക്വയർ പ്ലസ് SX2 ദ ഹോൾ സ്ക്വയർ. ഇത്രയും കിട്ടിയോ? ഇനി ഇതിനകത്തൊരു ചേഞ്ച് വരുന്നു. അതാണ് നമ്മുടെ ലാസ്റ്റ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പൊ K1 E2 സ്ക്വയർ എന്നില്ലേ, നമുക്കറിയാലോ ആസ് ദ സപ്ലൈ വോൾട്ടേജ് V is constant, the flux phi is also constant and corresponding induced EMF is also constant. അപ്പൊ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെങ്കിൽ, സപ്ലൈ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് അതിൽ നിന്ന് വരുന്ന ആ കറണ്ട് കയറുമ്പോൾ ഡെവലപ്പ് ആവുന്ന ഫ്ലക്സ് കോൺസ്റ്റന്റ് ആവും. ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF കോൺസ്റ്റന്റ് ആകും. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF കോൺസ്റ്റന്റ് ആവും. അങ്ങനെ ഇൻഡ്യൂസ്ഡ് EMF കോൺസ്റ്റന്റ് ആവുമെങ്കിൽ നമ്മൾ ഈ E2 സ്ക്വയറിനെ എന്താക്കി മാറ്റും, കോൺസ്റ്റന്റ് ആക്കി മാറ്റും. അങ്ങനെ കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യും എന്ന് വെച്ചാൽ K1 E2 സ്ക്വയർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് അല്ലേ, ഒരു കോൺസ്റ്റന്റ് K2 എന്ന് അസൈൻ ചെയ്യാം. K1 E2 സ്ക്വയറിന് K2 എന്നുള്ള കോൺസ്റ്റന്റ് അസൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും TR is equal to K2 SR2 divided by എന്താ R2 സ്ക്വയർ പ്ലസ് SX2 the whole square. R2 square plus SX2 the whole square. This is in the torque under running condition of induction motor. ഇനി നമുക്ക് ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വേണം അല്ലെ. അന്നേരം നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, ഇപ്പൊ മോസ്റ്റ്ലി ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ ഇതായിരിക്കും. TR is equal to K1 SE2 squared R2 divided by R2 square plus SX2 the whole square എന്ന് കൊടുക്കും ആണല്ലോ. അവിടെ അറ്റ് സ്ലിപ്പ് S is equal to 1 ആകും. 1 ആകുമ്പോ എന്താവും ഇക്വേഷൻ, TR is equal to K1 E2 squared R2 divided by R2 square plus SX2 the whole square എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഇനി ഇതിനകത്ത് K യുടെ വാല്യൂ എന്താ, K യുടെ വാല്യൂ അറിയണ്ടേ. just simply K is equal to or K1 is equal to 3 by 2 pi ns. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. മോട്ടർ റൺസ് അറ്റ് ദ സിങ്ക്രോണസ് സ്പീഡ് ns ആൻഡ് 3 phase മെഷീൻസ് അല്ലേ. 3 phase ഇൻഡക്ഷൻ മോട്ടർ 3 phase ആണല്ലോ. അതാണ് നമ്മൾ K1 is equal to 3 phase divided by 2 pi. 2 pi എന്താ, 360 ഡിഗ്രി റൊട്ടേഷൻ, കംപ്ലീറ്റ് റൊട്ടേഷൻ അല്ലേ. അപ്പൊ 2 into pi 360 into ആ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് എത്രയാ, ns ആ, synchronous speed. Appa K1 is equal to 3 by 2 pi ns, which is the running torque TR is equal to 3 by 2 pi ns into E2 squared R2 divided by R2 square plus SX2 the whole square. കിട്ടിയോ? ഇതാണ് റണ്ണിംഗ് ടോർക്ക് ഓഫ് 3 phase ഇൻഡക്ഷൻ മോട്ടർ. ഇനി നമ്മൾ പോകാൻ പോകുന്ന അടുത്ത പോർഷൻ, കണ്ടീഷൻ ഫോർ ദ മാക്സിമം റണ്ണിംഗ് ടോർക്ക് ഓഫ് 3 phase ഇൻഡക്ഷൻ മോട്ടർ. ഓക്കെ, ഇനി അടുത്ത ഡെറിവേഷൻ മാക്സിമം ടോർക്ക് അണ്ടർ റണ്ണിംഗ് കണ്ടീഷൻ. ഞാൻ പറഞ്ഞതാ അവിടെ നമ്മുടെ ഇക്വേഷൻ എന്താ, ലാസ്റ്റ് നമ്മൾ ഡിറൈവ് ചെയ്ത് നിർത്തിയ ഇക്വേഷൻ എന്താ, TR is equal to K2 SR2 divided by R2 square plus SX2 the whole square അല്ലേ.
ഇതല്ലേ നമ്മൾ ലാസ്റ്റ് ഡിറൈവ് ചെയ്ത് നിർത്തിയ ഇക്വേഷൻ. ഈ ഫുൾ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എസിൽ സ്ലിപ്പിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് സീറോക്ക് ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, ഈ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എസിലെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് സീറോക്ക് ഇക്വേറ്റ് ചെയ്യണം. അപ്പൊ ഇത് വിത്ത് റെസ്പെക്ട് ടു എസിൽ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? കോഷ്യൻ റൂൾ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലെ, കോഷ്യൻ റൂളൊക്കെ. അപ്പൊ കോഷ്യൻ റൂൾ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. കോഷ്യൻ റൂൾ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. അത് ആക്ച്വലി എൻ്റെ +1 +2 വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. പക്ഷെ അതിനകത്ത് ആകെ 10 വീഡിയോ എങ്ങാണ്ടേ ഉള്ളൂ. ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്ന ചാനലല്ല, എനിക്ക് സമയമില്ല. പക്ഷെ അതിൽ പ്രൊഡക്റ്റ് റൂളും കോഷ്യൻ റൂളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ജസ്റ്റ് ഞാനൊന്ന് കൊടുത്തേക്കാം. അപ്പൊ ഇതെന്താ, d/ds ഓഫ് TR is equal to 0. കോഷ്യൻ റൂള് പറയുന്നത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ വിത്ത് റെസ്പെക്ട് ടു എസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ S1, ബാക്കി ടേംസ് കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് K2R2 അല്ലെ, K2R2. Derivative of numerator minus numerator into K2SR2, numerator into derivative of denominator. Denominator derivative എന്താ? R2 with respect to x ഡിഫറൻഷിയേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല, 0 ആണ്. പിന്നെ s ഉള്ളതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെ sx2 the whole square ആകുമ്പോൾ എന്തെന്ന് കിട്ടും? s നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ it's 2sx2 square. കാരണം നോക്കോ മക്കളെ, sx2 the whole square which means s square x2 square. x square with respect to s ൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x2 square കോൺസ്റ്റന്റ് ആ. പിന്നെ s സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് 2s. അപ്പൊ 2s x2 square ഞാൻ ഡോട്ട് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് x2 മാറും. ഓക്കെ, 2s x2 square ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ ഹോൾ സ്ക്വയർ r2 square പ്ലസ് sx2 the whole square. അപ്പൊ ഇതില് എന്തെന്ന് കിട്ടും നോക്കിക്കോ, K2R2 into R2 square plus sx2 minus K2s. ഇവിടെ ഇപ്പൊ എന്താ വരിക നോക്കാം. K2R2 into R2 square plus sx2 the whole square minus 2K2 s square R2 x2 square R2 square plus sx2 the whole square. ഓക്കെ ആണല്ലോ. ഇനി രണ്ടിലും കോമൺ ഉള്ളത് എന്താണ്? K2 ആണ്. ആ K2 ഈക്വൽ ടു 0 കൊടുക്കാം. ഇതിപ്പം ഈക്വൽ ടു 0 കൊടുത്താൽ തന്നെ ഡിനോമിനേറ്റർ ടെൻസ് ടു 0 ആയില്ലേ? ഈ ഡിനോമിനേറ്റർ ടെൻസ് ടു 0 ആവും. അപ്പൊ പിന്നെ ഡിനോമിനേറ്റർ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ 0 ആയിട്ട് മൾട്ടിപ്ലൈ ആയിട്ട് 0 ആവും. ദെൻ ന്യൂമറേറ്ററിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ന്യൂമറേറ്ററിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ തന്നെ മക്കളെ നിങ്ങൾ നോക്കിക്കോ, കോമൺ ആയിട്ടുള്ളതിനെ നമുക്ക് കോമൺ എടുക്കാം. R2 into R2 square plus sx2 the whole square minus K2 എടുത്തു കേട്ടോ, 2s square R2 x2 square is equal to 0 അല്ലേ? is equal to 0. ഇതില് നോക്കിക്കോ, ഈ ടേമിൽ ഇനി K2 കോമൺ എടുത്തു, പിന്നെ ഇവിടെ R2 അതും കോമൺ എടുക്കാം. എടുത്താല് R2 square plus sx2 the whole square minus 2s square x2 the whole square is equal to 0. Again ഇത് രണ്ടും ടെൻസ് ടു 0. അപ്പൊ എന്താ കിട്ടുക? ഞാൻ ഇത് മായ്ക്കുവാണേ. അപ്പൊ എന്താ കിട്ടുക? R2 square plus sx2 the whole square minus 2s square x2 square is equal to 0. അന്നേരം എന്തെന്ന് കിട്ടും? ഇത് രണ്ടും കൂടി R2 square plus s square s2 square minus 2s square x2 square is equal to 0. That is R2 square minus s square x2 square is equal to 0. കാരണം s square x2 square minus 2s square x2 square.
അപ്പോൾ ഒരു മൈനസ് കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്തെന്ന് പറയാം, R2 square is equal to S square X2 square, that is R2 is equal to SX2. Rotor resistance is equal to slip into reactance. അല്ലേ? The rotor reactance condition for എന്തായിരുന്നു, maximum torque under running condition R2 is equal to SX2. This is condition. നിങ്ങൾക്ക് മനസ്സിലായായിരുന്നോ? ഡെറിവേഷൻ എടുത്തത് മനസ്സിലായി. ഇവിടെ വന്ന് നിങ്ങൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തതിൽ ഒരു ഡൗട്ട് വന്നു എന്ന് തോന്നുന്നു. കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തപ്പോൾ ഡിനോമിനേറ്റർ ടെൻസ് ടു 0 ആവും. എന്തായാലും അത് ഡിനോമിനേറ്റർ 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ന്യൂമറേറ്ററിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മൈനസ് ചെയ്തിട്ടേക്കുന്നതിൽ ഒരു K2 R2 രണ്ടിടത്തും കോമൺ വരും. അതിനെ ഞാൻ ഈക്വൽ ടു അപ്പുറേ കൊണ്ടുപോയി 0ക്ക് ഇക്വേറ്റ് ചെയ്തപ്പോൾ പിന്നെ ബാക്കി വന്നതാണ് R2 square plus SX2 the whole square minus 2S square X2 square. ഇതിനെ എന്ത് ചെയ്തു, ഈ R2 square plus SX2 the whole square നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ദാറ്റ് ഈസ് S square X2 square minus 2S square X2 square is equal to 0. അപ്പൊ എന്തായി, ഈ S square X2 square minus 2S square X2 square നെ നമുക്ക് മൈനസ് ഹയസ്റ്റ് വാല്യൂനെ എഴുതാം. ദാറ്റ് ഈസ് മൈനസ് ആയിരുന്നു. അപ്പൊ മൈനസ് S square X2 square plus R2 square is equal to 0. ഇതിൽ നിന്ന് R2 square is equal to S square X2 square, that is R2 is equal to SX2. കിട്ടിയോ? R2 is equal to SX2. അപ്പോൾ this is the condition for maximum torque under running condition. ഇത് ഡെറിവേഷൻ ആയിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ്. ഇവിടെ നിന്ന് വേണമെങ്കിൽ സ്ലിപ്പ് എന്തെന്ന് പറയാം, S is equal to R2 by X2 എന്ന് പറയാം. അത്രേ ഉള്ളൂ. ഈ ഒരു കണ്ടീഷനിൽ നിന്ന് പറയുന്നതാണ് സ്ലിപ്പ്. R2 is equal to SX2 ആണെങ്കിൽ S is equal to R2 by X2 എന്ന് പറയാം. അപ്പൊ ഇന്ന് ഞാൻ ചെയ്തത് 3 phase ഇൻഡക്ഷൻ മോട്ടറിന്റെ റണ്ണിംഗ് ടോർക്കും അതിന്റെ മാക്സിമം കണ്ടീഷനും കണ്ടുപിടിച്ചതാണ്. ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എനിക്ക് കോമെന്റ് ചെയ്താൽ മതി, ഞാൻ ആൻസർ ചെയ്ത് തരുന്നതാണ്. ദെൻ താങ്ക് യു.